C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇങ്ങ് തന്നേക്ക് മേഡം. തനിക്കെങ്ങനെ മനസ്സിലായി ഞാൻ കാശ് കൊണ്ടാ വന്നേന്നു? അത് പിന്നെ എനിക്കറിയില്ലേ. മേഡം നല്ല കുടുംബത്തിലുള്ളതല്ലേ, വാക്ക് പറഞ്ഞാൽ മാറില്ല. അപ്പോ തനിക്ക് കുടുംബമേ ഇല്ലെന്ന് തോന്നുന്നല്ലോ. പറയുന്നതൊന്ന്, ചെയ്യുന്നത് മുഴുവൻ വേറൊന്ന്. സത്യം പറയാലോ മേഡം, എനിക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യൂ. അതിലാരൊക്കെ ദുഃഖിക്കുന്നു ഞാൻ നോക്കാറില്ല. അത് കാഴ്ച പോകുന്നതിന് മുൻപും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാ ഞാൻ അങ്ങനെയല്ല. എനിക്ക് ഗുണം കിട്ടുന്നതോടൊപ്പം കൂടെയുള്ള ആളുകൾക്കും ഗുണം കിട്ടണം. അങ്ങനെ ഞാൻ ഓരോന്ന് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണല്ലോ ഒരു ഫോട്ടോ കാണിക്കുന്നതിന് 25 ലക്ഷം രൂപ തരാന്ന് ഞാൻ സമ്മതിച്ചത്. സമ്മതിച്ച കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ മേഡം, എങ്ങനെയാ സമ്മതിപ്പിച്ചതെന്ന് എനിക്കറിയാലോ. അതും കൂടി പറയാനാ ഞാൻ വന്നത്. ഇത് നമ്മൾ തമ്മിലുള്ള ലാസ്റ്റ് സെറ്റിൽമെന്റ് ആണ്. ഒരു ഫോട്ടോ ആ സുദർശനെയും സരോജത്തിനെയും കാണിക്കണം. അത് കഴിഞ്ഞ ഞാനും താനും തമ്മിലുള്ള ബന്ധം അവിടെ അവസാനിക്കും. പിന്നെ ഭീഷണിയുടെ സ്വരമായിട്ട് എന്റെ മുമ്പിൽ എങ്ങാനും തന്നെ കണ്ടുപോയ, ഇപ്പൊ കണ്ണല്ലേ ഇല്ലാതുള്ളൂ, പിന്നെ ചെവിയും മൂക്കും നോക്കും ഒന്നും ഉണ്ടാവില്ല ഇയാൾക്ക്. ശരിക്കും ഭീഷണിയുടെ സ്വരം ഇപ്പൊ മാഡത്തിന്റെ ആണല്ലോ. ബേസിക്കലി ഞാനൊരു പാവമാണ് മാഡം. പിന്നെ ഈ അവസ്ഥയില് വേറെ ജോലിക്കൊന്നും പോകാൻ വയ്യ. പൈസയ്ക്ക് അത്യാവശ്യം വന്നിരിക്കുന്ന സമയത്ത് മാഡത്തിനെ പോലുള്ള ആരെങ്കിലും വന്ന് ചാടും. ചിലര് മാഡം ഇന്ന് ചെയ്യുന്ന പോലെ പറഞ്ഞ കാശ് നയാ പൈസ കുറയാതെ തരും. മറ്റു ചിലര് മാഡം അന്ന് ചെയ്ത പോലെ മുക്കുവണ്ടമോ കള്ളനോട്ടോ ഒക്കെ തന്ന് പറ്റിക്കും. ഇത് കള്ളനോട്ടൊന്നും അല്ലല്ലോ അല്ലേ മാഡം? കൊള്ളനോട്ടോ? ഇതിപ്പോ അറേഞ്ച് ചെയ്യാൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് തനിക്കറിയോ? അല്ല, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുന്നതാ. തനിക്ക് എന്തിനാ ഇത്രയും കാശ്, അതും ഈ ഒരു അവസ്ഥയില്? നിയമസഭാ മന്ദിരം കൊടുക്കുന്നു കേട്ടു. അത് വില ഒക്കുവാണേ ഇങ്ങ് വാങ്ങാന്ന് കരുതി. താൻ എന്നെ കളിയാക്കുവാണ്? പിന്നല്ലാതെ ഞാൻ എന്താ മാഡത്തിനോട് പറയേണ്ടത്? ഞാൻ ആ ഫോട്ടോ കൊണ്ടുപോയി സുദർശനെയും സരോജത്തിനെയും കാണിക്കണം. അത് കണ്ട ഉടനെ അങ്ങനെ നെഞ്ചിൽ പിടിച്ചോണ്ട് വീഴാൻ സാധ്യതയുണ്ട്. ചിലപ്പോ അങ്ങ് കാഞ്ഞുപോയി എന്നും വരും. ആ സരോജമ്മ അത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ അവരുടെ ജീവിതവും അവസാനിപ്പിക്കും. ഇത്രയൊക്കെ റിസ്ക് എലിമെന്റ്സ് ഉള്ള ടാസ്ക് ആണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. തരുന്നതോ വെറും 25 ലക്ഷം ഉലുവ. എന്നിട്ട് ഞാനിനി അത് എങ്ങനെ ചിലവാക്കുന്നു കൂടി മാഡത്തിന് അറിയണം. മാഡം വേറൊന്നും ആലോചിക്കണ്ട. ആ കാശിങ് തന്നിട്ട് സന്തോഷത്തോടെ പോയി ജോലി നോക്കിയാട്ടെ. മാഡം ആഗ്രഹിച്ചതും അതിനപ്പുറവും നേടിത്തരും ഈ ത്രിവിക്രമൻ. വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളെ ഒരു തവണയിൽ കൂടുതൽ വിശ്വസിക്കരുതെന്നുള്ളതാണ് എന്റെ ഒരു പോളിസി. കൂടെ നിന്ന് ചതിച്ചവരാണെങ്കിൽ ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. ബ്രദർ ഇൻ ലോയും സാന്ദ്രയും തമ്മിലുള്ള ഫോട്ടോ വേണം താൻ അവരെ കാണിക്കാൻ. അല്ലാതെ മുമ്പത്തെ പോലെ അവരോടൊപ്പം ഇളിച്ചു നിന്ന് സെൽഫി എടുത്ത് പോരരുത്. തന്നെ ഇതിന് കൊള്ളൂലെന്ന് എനിക്ക് മനസ്സിലായതാ. പക്ഷേ തന്നോട് ഞാനൊരു തെറ്റ് ചെയ്തു. അതുകൊണ്ട് തനിക്ക് ഞാനൊരു അവസരം കൂടി തരുക. മാഡം, മുക്കുവണ്ണത്തിന്റെ കാര്യമൊക്കെ മാഡം മറക്കുന്നേ. ഞാനതൊക്കെ അപ്പോഴേ വിട്ടു. അല്ല മാഡം, കാശ് തന്നില്ല. ദാ ശ്രീലക്ഷ്മി എഴുന്നേക്ക്. ശ്രീലക്ഷ്മി എഴുന്നേക്ക്, ഭക്ഷണം കഴിക്കും. വേണ്ട സാർ, എനിക്ക് വിശപ്പില്ല. സാറ് കഴിക്ക്. ആ, അത് പറഞ്ഞാൽ പറ്റില്ല. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. എനിക്ക് വേണ്ട സാർ, വേണ്ടാത്തോണ്ടാ. അങ്ങനെ വാശി പിടിച്ച് എങ്ങനെ ശ്രീലക്ഷ്മി? താൻ കഴിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അങ്ങനെയല്ല സാർ നടക്കുന്നത്.
ശ്രീലക്ഷ്മി, അത് സർ, ഞാൻ ഉദ്ദേശിച്ചത് ഞാനിപ്പോ എൻ്റെ വീട്ടിലല്ലേ. ഞാനില്ലാത്ത ദിവസങ്ങളിൽ സാറ് വീട്ടിൽ തനിച്ചല്ലേ ആഹാരം കഴിക്കുന്നത്. അതുപോലെ തന്നെ മനസ്സിൽ വിചാരിച്ച സാറിന് കഴിക്കാമല്ലോ. ഇനി അങ്ങോട്ടും എത്ര ദിവസം അങ്ങനെ പോകണമെന്ന് നമുക്കറിയില്ലല്ലോ. മനസ്സിലായി ശ്രീലക്ഷ്മി. താനിപ്പോ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ വിഷമത്തിന്റെ കാരണക്കാരനായ ഞാനും അപ്പോൾ ആഹാരം കഴിക്കുന്നത് ശരിയല്ല. തനിക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും വിഷമങ്ങൾക്കും കാരണം ഞാൻ തന്നെയാണ് സർ. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. സാറിനും. ഞാൻ എൻ്റെ പ്രവൃത്തികൾ നിയന്ത്രിച്ചില്ല, അല്ലെങ്കിൽ എനിക്കതിന് കഴിഞ്ഞില്ല. പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് ചെയ്തത് ഞാൻ. അതൊരിക്കലും സാർ ഏറ്റെടുക്കേണ്ട തെറ്റല്ല. എന്റെ അവസ്ഥ ഇവിടെ ഓഫീസിലും എല്ലാരും അറിഞ്ഞു അല്ലേ സർ? നമ്മുടെ സ്റ്റാഫുകളുടെ നോട്ടത്തിലും പെരുമാറ്റത്തിലും എന്നോടുള്ള ആ പഴയ സ്നേഹമല്ല ഉള്ളത്. സഹതാപത്തോടെ എന്നെ അവർ നോക്കുമ്പോ, സംസാരിക്കുമ്പോ എന്റെ ഈ അവസ്ഥ എനിക്ക് തന്നെ ഉൾക്കൊള്ളാനാവുന്നില്ല സർ. ശ്രീലക്ഷ്മി, ആരുടെയും ചിന്തകളെയും പ്രവൃത്തികളെയും നമുക്ക് മാറ്റാനാവില്ല. പക്ഷെ ശ്രമിച്ചാൽ നമുക്ക് മാറാനാവും. താൻ ആര് പറയുന്നത് ശ്രദ്ധിക്കാനോ ആരുടെയും സഹതാപം നിറഞ്ഞ നോട്ടങ്ങളെ ഫേസ് ചെയ്യാനും നിൽക്കേണ്ട. തനിക്ക് വില തരാത്ത ഇടങ്ങളിൽ നിന്ന് താൻ മാറി നിൽക്കുക. ഒരു പരാതിയും ഇല്ലാതെ തന്നെ. അവഗണിക്കുന്നവരെ അവരുടെ വഴിക്ക് തന്നെ വിട്ടേക്ക്. അവർക്കൊക്കെ മാറ്റങ്ങളിലൂടെ വേണം താൻ ഉത്തരം കൊടുക്കാൻ. ആരൊക്കെ അവഗണിച്ചാലും തള്ളിപ്പറഞ്ഞാലും തന്നെ വിട്ട് ഞാൻ പോകാത്തിടത്തോളം താൻ ഒറ്റക്കല്ല. തനിക്ക് ഞാനുണ്ട്. ഞാനുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും തന്നോടൊപ്പമുണ്ട്. എത്ര ദിവസമായി നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട്? താൻ കഴിക്കേ. ഭക്ഷണത്തിന് മുന്നിലിരുന്ന് കണ്ണ് നനയ്ക്കാതെ ശ്രീലക്ഷ്മി. തൻ്റെ ദേഷ്യവും മനപ്രയാസവും വാശിയും ഭക്ഷണത്തോടും ഈ എന്നോട് കാണിക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.